നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് പാലക്കാടിന്റെ കോൺഗ്രസിന്റെ അല്ല, കേരളത്തിന്റെ അമ്മയാണ്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ മാങ്കൂട്ടത്തിലിന്റെ അമ്മയെ ചേർത്ത് പിടിച്ച് UDF-കാരുടെ തള്ള്. അന്ന് VD സതീശൻ രാഹുലിന്റെ നെറുകയിൽ മുത്തം കൊടുത്ത് കെട്ടിപ്പിടിച്ച് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതും കേരളം കണ്ടു. രാഹുലിന്റെ അമ്മ ബീനയെ കോൺഗ്രസുകാർ എല്ലാവരും ബീനാമ്മയെന്ന് വിളിച്ചു. പക്ഷേ ഇന്ന് അടൂരിലെ മുണ്ടപ്പള്ളി ആറ്റുവിളാകം വീട്ടിൽ ബീനാമ്മ കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. അവിടേക്ക് കോൺഗ്രസ് UDF നേതാക്കൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ആ കുടുംബത്തെ പൂർണ്ണമായും പാർട്ടി തഴഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിൽ VD സതീശന്റെ കുരുട്ടുബുദ്ധി തന്നെയാണ് എന്നുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഗ്രൂപ്പ് ഇപ്പോൾ ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം പുകഞ്ഞ കൊള്ളി, അത് പുറത്തു തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് കട്ടായം പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസിലെ നിരവധി പേർ രംഗത്തുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല, അവർക്ക് പുറത്തേക്ക് പോകാമെന്ന് VD സതീശൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് ഒരു തിരിച്ചുവരവില്ലാത്ത വിധം രാഹുലിന് അവസാന ആണിയടിക്കുന്നതിനാണ് അവനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും എന്നുള്ള സതീശന്റെ ഒടുക്കത്തെ താക്കീത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ ആ കുടുംബത്തെ എതിരാളികൾക്ക് മുന്നിൽ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നതിനെതിരെ വിമർശനം ശക്തമാകുകയാണ്. രാഹുലിനെതിരെ കേസുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോൾ അതിരു വിട്ടുപോകുന്ന സൈബർ ആക്രമണമായിരുന്നു കുടുംബത്തിന് നേരെയും ഉണ്ടായത്. രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും CPM സൈബർ ഗ്രൂപ്പുകൾ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇവന്റെ കയ്യിലിരിപ്പൊക്കെ തള്ളയ്ക്കും അറിയാം, തള്ളയും എല്ലാത്തിനും കൂട്ട് എന്ന് അമ്മയെ പരിഹസിച്ച് പോസ്റ്റുകൾ പ്രചരിച്ചു. ഒന്നാം പരാതിക്കാരിയുടെ മൊഴിയിലെ ഒരു പ്രധാന പോയിന്റ് ഉണ്ടായിരുന്നു. അമ്മ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ നീ ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് പറഞ്ഞു എന്നായിരുന്നു മൊഴിയിലുണ്ടായിരുന്നത്. അതെ, തള്ളയ്ക്കെല്ലാം ഉപയോഗിച്ചു നോക്കി ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കൂ. മോൻ നാട് നീളെ നടന്ന് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചതും അമ്മയാണ് എന്നൊക്കെ അതിര് വിട്ടുപോകുന്ന ആക്രമണമായിരുന്നു അവർക്ക് നേരെ നടന്നത്. ഈ സമയത്തൊക്കെ UDF-കാർ മൗനം പാലിച്ചു. രാഹുലിനെ നിങ്ങൾ വിമർശിച്ചോളൂ, പക്ഷേ അമ്മയെയും പെങ്ങളെയും എന്തിനാക്ഷേപിക്കുന്നുവെന്ന് ഈ UDF-കാരിൽ ഒരെണ്ണം ചോദിച്ചില്ല. രാഹുലിന്റെ വീട് വളഞ്ഞ് പ്രതിഷേധക്കാർ എത്തി തെറിവിളിയും കൂക്കിവിളിയും പരിഹസിക്കലും നടത്തി. അതിനെയും UDF എതിർത്തില്ല. പൂർണ്ണമായും അവരെ വേട്ടയാടാൻ ഇട്ടുകൊടുത്തു. ഇതാണോ വലതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാട്? VD സതീശന്റെ തള്ളെന്തായിരുന്നു? സ്ത്രീപക്ഷ പോരാട്ടങ്ങളുടെ മുന്നിലുണ്ടാകും, അവരെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന്. രാഹുലിന്റെ അമ്മയും പെങ്ങളും സ്ത്രീകളല്ലേ, അവർക്കും വേണ്ടേ നീതി? മകൻ സഹോദരൻ ചെയ്ത തെറ്റിന് അവരെ എന്തിനു വേട്ടയാടുന്നു? അതിജീവിതമാർക്കൊപ്പം നിൽക്കുമ്പോഴും ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഇരയാക്കപ്പെട്ട രാഹുലിന്റെ വീട്ടിലെ 2 സ്ത്രീകൾക്കും നീതി കിട്ടണ്ടേ? അവർക്ക് വേണ്ടി ഈ പാർട്ടി സംസാരിക്കണ്ടേ? ഈ പാർട്ടി അല്ലാതെ മറ്റാരാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്? രാഹുലിന്റെ വീട്ടിൽ പോയി അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പി കഴിച്ചിട്ടുള്ള എത്രയോ നേതാക്കളുണ്ട്. ആ സ്ത്രീകളെയെങ്കിലും വേട്ടയാടാൻ ഇട്ടുകൊടുക്കാതെ ഈ പാർട്ടി സംരക്ഷിക്കണമായിരുന്നു. രാഹുൽ പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ ആയിക്കോട്ടെ, രാഹുലിനെ നിങ്ങൾ തള്ളി പറഞ്ഞോളൂ, അയാളെ ഇനി പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയും വേണ്ട. പക്ഷേ ആ 2 സ്ത്രീകൾ, അവർക്ക് മറ്റാരാണ് ഉള്ളതെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഹുലിന്റെ അനുകൂലികളായ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. രാഹുലിന്റെ അമ്മ കേരളത്തിന് സുപരിചിതയാണ്. എങ്ങനെയാണ് സുപരിചിതയാകുന്നത്? ഇതേ UDF തന്നെ പല വേദികളിൽ ബീനാമ്മയെ ഉയർത്തി കാണിച്ചു. ഒരു ഓണത്തിന് ചാനൽ പരിപാടിയിൽ രാഹുലിന്റെ കുടുംബ വിശേഷം കാണിച്ചിരുന്നു. അന്ന് ആ വീട്ടിൽ ഷാഫി പറമ്പിലുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ ചേർത്ത് പിടിക്കും പോലെ ഷാഫി ബീനാമ്മയെ ചേർത്ത് പിടിച്ചു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും ബീനാമ്മ ഓടിയെത്തുമ്പോൾ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്ന ഷാഫിയെ നമ്മൾ കണ്ടു. VD സതീശനും ബീനാമ്മയെ പുകഴ്ത്തി. എന്നാൽ ഇന്നിപ്പോൾ ആർക്കും ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, പോകുകയും വേണ്ട. ക്രൂരമായി സൈബർ വേട്ടയാടൽ നടന്നപ്പോൾ ഷാഫിയും എതിർത്തൊരക്ഷരം പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുടുംബത്തെ പാർട്ടി പൂർണ്ണമായും തഴഞ്ഞതിൽ വലിയ പ്രതിഷേധമാണ് രാഹുൽ ആർമി ഉയർത്തുന്നത്. VD സതീശന് നേരെ സൈബർ ഇടത്തിൽ പോരാളിക്കത്തുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ സതീശൻ ഒരുത്തനാണ് എന്ന് സൈബർ ഗ്രൂപ്പ് പച്ചയ്ക്ക് പഴിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശ തിമിർപ്പിലാണ് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂട്ടരും ഡബിൾ ഹാപ്പി. മുന്നിലുള്ള പ്രതിബന്ധങ്ങളെല്ലാം വെട്ടിമാറ്റിയതിന്റെ കോൺഫിഡൻസ്. തനിക്കും മുകളിൽ വളർന്ന ഷാഫിയും രാഹുലും സതീശന് കണ്ണിലെ കരടായിരുന്നു. രാഹുലിനെ വെട്ടി അടുത്തത് ഇനി ഷാഫി എന്ന ആരോപണം സതീശന് നേരെ ശക്തമാകുന്നുണ്ട്.
മുഖ്യമന്ത്രി കസേര പിടിക്കാൻ നെറികെട്ട കളിയാണ് സതീശൻ കളിക്കുന്നതെന്നാണ് ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഹോർത്തൂസ് വേദിയിൽ വെച്ച് സതീശൻ ചിലത് വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. പാർട്ടിയുടെ നടപടികൾ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ് എന്നായിരുന്നു വി ഡി സതീശൻ അന്നവിടെ പ്രതികരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ലെന്നും അത് നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണെന്നും വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചത്. ആൾക്കൂട്ടം പറഞ്ഞാൽ മാറുന്നതല്ല പാർട്ടി തീരുമാനം. കേരളം മുഴുവൻ അറബിക്കടൽ പോലെ ഇളകി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനം മാറില്ല. അതാണ് നിലപാടെന്ന് വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞു. അതായത് ഇനി ഒരിക്കലും പാർട്ടിയിലേക്ക് രാഹുലിന് വഴിയില്ല എന്ന് വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നാണ് വലിയൊരു വിമർശനം വരുന്നത്. ആ രണ്ട് സ്ത്രീകളെയും കൈവിടുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കരുതായിരുന്നു. തെറ്റ് ചെയ്തവൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തവരെ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി ഇട്ടുകൊടുക്കുന്നത് എന്തിനാണ്? ഒരാശ്വാസ വാക്ക് പറയാനെങ്കിലും ഈ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് ആ കുടുംബത്തെ ഒന്ന് വിളിച്ചുകൂടെ? ആ അമ്മയെ ഒന്ന് വിളിച്ച് സംസാരിച്ചുകൂടെ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണ് വൈകാരികമായി രാഹുൽ ആർമി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സതീശന് നേരെയിട്ടുള്ള കൊട്ടാണ്. സതീശനാണ് എല്ലാവരെയും, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നവരെയും രാഹുലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നവരെയും എല്ലാം അകറ്റി നിർത്തുന്നത് എന്നുള്ള വിമർശനമാണ് ശക്തമായി വരുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആവേശത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം ഒക്കെ കടന്നിരിക്കുന്നത്. KPCC തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതുമാനദണ്ഡം നിശ്ചയിക്കലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ ലൈംഗിക പീഡന കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഗണിക്കില്ല. തൃപ്പൂണിത്തുറയിൽ K. ബാബുവിന് പകരം ആരെ നിർത്തണമെന്നതും യോഗം ചർച്ച ചെയ്യുമെന്നാണ് വിവരങ്ങൾ. അതേസമയം തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളുമുള്ള സീറ്റുകളിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടേക്കും. തെരഞ്ഞെടുപ്പ് സമിതി യോഗം വ്യാഴാഴ്ച വരെ നീണ്ടുനിൽക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായമറിയാൻ ജില്ലകളിലെ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ജില്ല തിരിച്ച് നേതൃത്വം കൂടിക്കാഴ്ച നടത്തും. കൊച്ചിയിലെ മഹാപഞ്ചായത്ത് യോഗത്തിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ MP യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ പൂർണ്ണമായും ഇപ്പോൾ മറന്നിരിക്കുന്നു. ആ കുടുംബത്തെയും അവർ മറന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെയാണ് പ്രതിഷേധം പല കോണിൽ നിന്ന് ശക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ വിഷയം പാടെ മാറ്റി നിർത്താൻ സതീശൻ കളിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉയർത്തിക്കാണിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ ഗ്രൂപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിടവ് തങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെന്ന് യൂത്ത് കോൺഗ്രസിലെ ഒരു കൂട്ടർ ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട്. രാഹുൽ തിരിച്ചു വരണം എന്നതാണ് അവരുടെ ആവശ്യം. പിണറായിക്ക് മുന്നിൽ നട്ടെല്ലും വളച്ചു നിൽക്കുന്ന സതീശനെയല്ല, എടോ വിജയ എന്ന് വിരൽ ചൂണ്ടി വിളിക്കുന്ന മാങ്കൂട്ടത്തെ പോലുള്ളവരാണ് പാർട്ടിക്ക് ആവശ്യമെന്ന് യൂത്ത് ഗ്രൂപ്പ് സതീശനിട്ട് പൊട്ടിക്കുന്നു. ഒന്ന് തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഫയർ ബ്രാൻഡ് മുഖമായ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ അയാൾക്ക് വ്യക്തിപരമായി മാത്രമല്ല, അത് പ്രസ്ഥാനത്തിന് കൂടി വലിയ ക്ഷീണമാണ് വരുത്തിവെച്ചതെന്ന് രാഹുൽ അനുകൂലികൾ പറയുന്നു. രാഹുൽ ചാനൽ ചർച്ചകളിലെ തീപ്പൊരിയായി മാത്രമല്ല, സമര തീക്ഷ്ണമായ ഭൂതകാലവും ജയിൽവാസമൊക്കെയായി വാർത്തകളിൽ ഇടം പിടിച്ച നേതാവാണ്. കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ അർദ്ധരാത്രി വീട് വളഞ്ഞ് അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലാക്കിയതും. രാഹുൽ എന്ന നാക്കിൽ തീപ്പന്തം നിറച്ച ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് ചർച്ചകളിൽ CPM നേതാക്കളെ ഇളിഭ്യരാക്കുന്ന യുവ നേതാവ് അക്ഷോഭ്യനായി ജയിലിൽ പോയി അവിടുത്തെ ലൈബ്രറിയിലും മറ്റും വായനയുമായി കൂടി ചേർന്നതോടെ അതും ചർച്ചകളായി. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടുമായിട്ടാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ വരവേറ്റത്. അതായത് തനിക്ക് ഒരു വലിയ ഫാൻസ് ഗ്രൂപ്പിനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ജയിൽ മോചിതനായതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം അന്ന് രാഹുൽ നടത്തിയിരുന്നു. കിരീടം താഴെ വെക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ടെന്നും കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നും പിണറായി വിജയന്റെ പേരെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞു. സതീശൻ ഇങ്ങനെ പിണറായിയെ നേർക്ക് നേർ നിന്ന് നോക്കി, കണ്ണിൽ നോക്കി 2 വാക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസിലെ പലരും ചോദിക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് കേരളം മുഴുവൻ ഫാൻസിനെ ഉണ്ടാക്കി തീർത്തത് ചാനൽ ചർച്ചകളാണ്. കടിച്ചുകീറുന്ന സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന CPM നേതാക്കളെ നിറപുഞ്ചിരിയോടെ നേരിട്ട് കുറിക്കുകൊള്ളുന്ന അടി മർമ്മത്തിൽ കൊടുക്കുന്ന യുവാവിനെ വളരെ പെട്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങേറ്റെടുത്തു. അതായത് അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസിന് ഇല്ലാത്തതുകൊണ്ട് അവർ അതിനെ അങ്ങ് ആഘോഷിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖരായ ഡിബേറ്റർമാർ സ്ഥാനാർത്ഥികളായി തിരക്കിലായപ്പോൾ പാർട്ടിയുടെ മുഖമായി ചാനലുകളിൽ നിറഞ്ഞത് രാഹുലായിരുന്നു. തഗ് മറുപടികളും ട്രോളുകളുമായി അയാൾ പൊളിച്ചടുക്കി. അക്കാലത്ത് സാക്ഷാൽ ഉമ്മൻചാണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു ചാനൽ ചർച്ച നിന്ന് കാണുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ നിരന്തരം ആഞ്ഞടിച്ചിട്ടുണ്ട്. വിരട്ടൊന്നും വേണ്ട, ഇത് വേറെ ജനുസാണ്, ഡയലോഗ് കൊള്ളാം, പിന്നെന്തിനാണ് ഈച്ചയെ വരെ പരിശോധിച്ച് കടത്തിവിടുന്ന തരത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത് വിജയ എന്നൊക്കെ രാഹുൽ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പേടിക്കാതെ CMA എന്നും മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും പലതവണ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതവണ വിമർശിച്ചപ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നത്. ഇതിനിടെ ചാണ്ടി ഉമ്മൻ MLAക്ക് RSS ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാറിനെ രാഹുൽ വെല്ലുവിളിച്ചത് സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ചാണ്ടി ഉമ്മൻ ഒരു ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭാഗം ഒഴിവാക്കി ക്ഷേത്രനടയിൽ BJP നേതാവും നഗരസഭാ കൗൺസിലറുമായിരുന്ന ആശാനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ചായിരുന്നു അനിൽകുമാർ പോസ്റ്റ് പങ്കുവച്ചത്. അങ്ങ് പങ്കുവച്ച ചിത്രം ക്രോപ്ഡ് ആണ് എന്ന് തെളിയിക്കുന്നതിന് ആ ക്ഷേത്ര പരിപാടിയുടെ ചിത്രങ്ങളും വാർത്തയും ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിച്ചാൽ ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി 1000 രൂപ പന്തായം തന്ന് അങ്ങയോട് ഞാൻ പരസ്യമായി മാപ്പ് പറയും. തിരിച്ച് തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ 1000 രൂപ വേണ്ട, മാപ്പ് പറയാൻ അങ്ങ് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചു. കള്ളി വെളിച്ചത്തായതോടെ ഈ വിവാദത്തിൽ നിന്ന് അനിൽകുമാർ അങ്ങ് സ്കൂട്ടാവുകയായിരുന്നു. ഇത്തരത്തിൽ പലതവണ CPMകാരെ പൊളിച്ചെടുക്കാൻ രാഹുൽ നിന്നിട്ടൊക്കെയുണ്ട്. രാഹുലിന്റെ ഇത്തരത്തിലുള്ള ആ ഒരു വലിയ വളർച്ചയെക്കുറിച്ച് പറയുന്നത് അയാളെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം യൂത്ത് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത് ഇങ്ങനെ ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ സതീശനെ പോലെ നട്ടല് വളച്ചു നിൽക്കുന്ന ഒരാളെ അല്ല എന്ന് യൂത്ത് കോൺഗ്രസിലെ പലരും ഇപ്പോൾ പറയുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം യൂത്ത് കോൺഗ്രസിൽ പലരും ഉന്നയിക്കുന്നത്, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ, പിണറായി പോലീസിന്റെ അടി കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എവിടെയാണ് VD സതീശൻ വന്നിട്ടുള്ളത് എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. പകരം അപ്പോഴൊക്കെയും ഓടി വന്നിട്ടുള്ളതും സമരമുഖത്ത് നിന്നിട്ടുള്ളതും ഞങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ടിട്ടുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെയാണ് എന്നും ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ആവർത്തിച്ച് പറയുകയാണ്. അതായത് VD സതീശന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഒന്നാം തരം കൊട്ട് കിട്ടുന്നതിനും തോറ്റ് തുന്നം പാടുന്നതിനും വേണ്ടി VD സതീശൻ പൊട്ടി പണ്ടാരമടങ്ങുന്നതിനും വേണ്ടി രാഹുലിൻ്റെ സൈബർ ഗ്രൂപ്പ് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളത് രാഹുലിൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നതിനെ കുറിച്ച് തന്നെയാണ്. അതായത് രാഹുൽ തെറ്റുകാരനാണ്, അയാൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അയാൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാൻ ഒരു തരത്തിലും യോഗ്യതയുള്ള ആളല്ല. ഇതിനു മുൻപ് ഞാൻ പല വാർത്തകളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാളെ ഒരു രാഷ്ട്രീയക്കാരനായി കാണാൻ പോലും കഴിയില്ല. പക്ഷേ ആ കുടുംബത്തിൽ 2 സ്ത്രീകളാണ്, അമ്മയും സഹോദരിയും. അവരെ വേട്ടയാടിയിട്ട് എന്ത് കിട്ടാനാണ്? സൈബർ ഇടത്തിൽ അവരെ ആക്രമിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ്? സാധുക്കളായ 2 സ്ത്രീകൾ, അവരെ വേട്ടയാടുന്നത് ഒരുമാതിരി ഊച്ചാളിത്തരമാണ്. അവരെ വേട്ടയാടുമ്പോഴും അത് കണ്ടില്ല എന്ന് നടിച്ച് ഈ VD സതീശനും കൂട്ടരും കണ്ണടച്ചിരിക്കുന്നത് വലിയ തിരിച്ചടി കിട്ടാൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.